ക്രിക്ടോക്സ് ചിത്രത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. SRH ഇപ്പൊ IPL 4-ാം സ്ഥാനത്താണ്. കളിച്ച 5 മത്സരത്തിൽ 3 പരാജയവും 2 വിജയവുമായി അവർ 4-ാം സ്ഥാനത്ത്. കഴിഞ്ഞ കളി 2 ഡെബ്യൂട്ടന്റ് ഫാൻസ്, അതായത് പ്രഫുൽ ഹിഞ്ചയും ഷക്കീബ് ഹുസൈനും വന്ന് മികച്ച രീതിയിലാണ് പന്തെറിഞ്ഞത്. ഇപ്പോൾ SRH ഒരു റീപ്ലേസ്മെന്റ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഇന്ത്യൻ പ്ലെയർ ബ്രൈഡൻ കാൾസിന് പകരം ശ്രീലങ്കൻ സൂപ്പർ താരം ദിൽഷൻ മധുശങ്കൻ അവർ എടുത്തിട്ടുണ്ട്. ഇതിപ്പോ ESPN ക്രിക്കറ്റ് കൊടുക്കുന്ന റിപ്പോർട്ടാണ്. SRH പിക്ക് മധുശങ്കേസ് ഇഞ്ചുറി റീപ്ലേസ്മെന്റ് ഫോർ ബ്രൈഡൻ കാൾസ്. അതായത് ഇപ്പോ SRH ദിൽഷൻ മധുശങ്കേന എടുത്തിട്ടുണ്ടല്ലോ. അദ്ദേഹം ഇപ്പോ SRHന് വേണ്ടിയിട്ട് 75 ലാഖിലാണ് ജോയിൻ ചെയ്യുന്നത്. പിന്നെ കാൾസിനെ യഥാർത്ഥത്തിൽ SRH ഓപ്ഷന് മുന്നോടി റീറ്റെയിൻ ചെയ്ത പ്ലെയർ ആണ് ബ്രൈഡൻ കാൾസ്. അദ്ദേഹത്തിന്റെ റൈറ്റ് ഹാൻഡിൽ നെറ്റ്സില് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഒരു പരിക്ക് വരുന്നു. അങ്ങനെ അദ്ദേഹം റൂൾഡ് ഔട്ട് ആവുന്നു. ഇപ്പോൾ ശ്രീലങ്കൻ സൂപ്പർ ബോളർ ദിൽഷൻ മധുശങ്കൻ എടുത്തിട്ടുണ്ട്. ഇതിപ്പോ ഒഫീഷ്യലായിട്ട് ESPN ക്രിക്കറ്റിനോട് ഡാനിയൽ വെട്ടോറി തന്നെയാണ് അറിയിക്കുന്നത്. അദ്ദേഹം പക്ഷേ പറയുന്ന ബ്രൈഡൻ കാൾസിന് നമ്മള് കുറച്ച് റിക്കവറി ടൈം ഒക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഹോപ്പ് ഉണ്ടായിരുന്നു അദ്ദേഹം റിക്കവർ ചെയ്തത്. പക്ഷെ അദ്ദേഹത്തിന് തീരെ പറ്റുന്നില്ല. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് റീപ്ലേസ്മെന്റുമായിട്ട് മധുശങ്കനെ കൊണ്ടുവന്നത്. മധുശങ്കി ആവട്ടെ ഒരൊറ്റ ടെസ്റ്റ് മത്സരം മാത്രമേ കളിച്ചിട്ടുള്ളൂ. 28 ODIs 19 T20s അദ്ദേഹം ശ്രീലങ്കൻ ക്രിക്കറ്റിന് വേണ്ടിയിട്ട് കളിച്ചത്. 70 വിക്കറ്റുകൾ ഇന്റർനാഷണൽ ക്രിക്കറ്റിൽ അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം IPL മുംബൈ ഇന്ത്യൻസിന്റെ ഒക്കെ പാർട്ടായിരുന്നു. പക്ഷേ അദ്ദേഹം കഴിഞ്ഞ സീസണിൽ റൂൾഡ് ഔട്ട് ആയിരുന്നു, ഇഞ്ചുറി പറ്റിയിട്ട്. മുംബൈ ഇന്ത്യൻസ് 2024 മുംബൈ ഇന്ത്യൻസ് പാർട്ടായിരുന്നു. പിന്നെ പാറ്റ് കമ്മിൻസിന്റെ കാര്യം കൂടി നോക്കുന്നുണ്ട്. പാറ്റ് കമ്മിൻസ് ഇപ്പൊ യഥാർത്ഥത്തിൽ നമ്മുടെ ഓസ്ട്രേലിയയില് സ്കാനിങ് അണ്ടറിലാണുള്ളത്. അദ്ദേഹം എത്രയും പെട്ടെന്ന് തിരിച്ചെത്തുമെന്നാണ് പറയുന്നത്. അദ്ദേഹം ഒന്നിക്കിൽ April 17 അല്ലെങ്കിൽ April 23 മത്സരത്തിൽ അദ്ദേഹം ജോയിൻ ചെയ്യും. April 17 വരെ മറ്റന്നാൾ ചാൻസ് ഇല്ല. April 23 മിക്കവാറും കളിക്കാനുള്ള സാധ്യത. പിന്നെ ഹർഷൽ പട്ടേലും ജയദേവ് ഉണ്ണിക്കട് 2 പേർക്കും ഇഞ്ചുറി തന്നെയാണ്. അതാണ് ഒരു പ്രശ്നം. പക്ഷേ SRH ഇപ്പോ പ്രഫുൽ ഹിഞ്ചയും ഷക്കീബ് ഹുസൈനും മികച്ച രീതിയിൽ തന്നെ പന്തെറിഞ്ഞ് പോകുന്നുണ്ട്. ഒറ്റ കളിയെ കഴിഞ്ഞിട്ടുള്ളൂ എന്ന് മറക്കുന്നില്ല. എന്നാൽ പോലും 2 പേരും കുറച്ചും കൂടി മികവിലേക്ക് വന്ന് പാറ്റ് കമ്മിൻസും മധുശങ്കും ഒക്കെ വരുമ്പോൾ SRH ബോളിംഗ് ഉഷാറാവും. പിന്നെ SRHന്റെ കാര്യത്തിലൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞാലും 4-ാം സ്ഥാനത്ത് കളിച്ച 5 മത്സരത്തിൽ 2 വിജയം 3 പരാജയം. SRHന്റെ കാര്യത്തിലേക്ക് വന്നാൽ ഇപ്പോ അവർക്കിപ്പോ പാറ്റ് കമ്മിൻസ് ഇല്ല, ഹർഷൽ പട്ടേൽ ഇല്ല, ജയദേവ് ഉണ്ണിക്കട് ഇവരൊന്നും ഇഞ്ചുർഡ് ആയിട്ട് പോയി. ഇവരൊക്കെ തിരിച്ചു വരും. 1-2 മത്സരങ്ങളിൽ തിരിച്ചു വരുമെന്നാണ് റിപ്പോർട്ട്. പകരം ഇപ്പൊ ദിൽഷൻ മധുശങ്കന്റെ 2 പുതിയ ഡെബ്യൂട്ടൻസ് മികച്ച രീതിയിൽ പന്തെറിയുന്നുണ്ട്. അങ്ങനെയൊക്കെ പോസിറ്റീവ് വരുന്നുണ്ട്. SRH ഇപ്രാവശ്യം മികവിലേക്ക് വരുമെന്നാണ് നമ്മുടെ അഭിപ്രായം. അപ്പൊ ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾ നമ്മൾ വീണ്ടും എത്താം.